നമസ്തേ. ഇന്ന് കർക്കിടകം 11 അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ നിന്നും രാമസീതാ തത്വം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു. അയോധ്യയിലെ ജനങ്ങൾ രാമന്റെയും സീതയുടെയും ചായ്വിൽ അസ്വസ്ഥരായിരിക്കുന്നത് കണ്ട് ദശരഥന്റെ മന്ത്രി കൂടിയായിരുന്ന വാമദേവമുനി രാമന്റെയും സീതയുടെയും തത്വത്തെക്കുറിച്ച് അവരോട് വിശദീകരിക്കുന്നു. മായയുടെ വ്യത്യസ്ത ഗുണങ്ങളാൽ ദൈവം വിവിധ രൂപങ്ങൾ സ്വീകരിക്കുന്നു. താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മദേവൻ ഈ ലോകത്തെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വൈവസ്വത മനുവിൻ്റെ ഭക്തിയിൽ സംപ്രീതനായി ആ ദൈവം മത്സ്യത്തിൻ്റെ അവതാരമെടുക്കുകയും ഹയഗ്രീവനെ കൊന്ന് മടങ്ങുകയും ചെയ്തു. ക്ഷീരസാഗരം ആഞ്ഞടിച്ചപ്പോൾ ആമയുടെ കഠിനമായ രൂപം സ്വീകരിച്ചു. തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ പരിപാലിച്ച് ഗർജിക്കുന്ന നരസിംഹരൂപം സ്വീകരിച്ചു. അതേ ദൈവം ഭൂമിപുത്രിയുടെ ഭർത്താവാകാൻ, എല്ലാ രാക്ഷസന്മാരെയും കൊന്ന് ധർമ്മം രക്ഷിക്കാൻ ദശരഥപുത്രനായ ശ്രീരാമനായും അവതരിച്ചു. ഇതാണ് ശ്രീരാമ സീതാ തത്വം എന്ന ഭാഗത്തിൽ പരാമർശിക്കുന്നത്. പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ ലോകാഭിരാമ ജയ. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവനേ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാമാദിനാരായണൻ, ലക്ഷ്മണനായതനന്ദൻ ജനകജ, ലക്ഷ്മീ ഭഗവതി ലോകമായ പരാ. മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നതിതാത്മാപരൻ, രാജസമായ ഗുണത്തോടും കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും, വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായ ദേവി ജനകജ, സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ജരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ. രാമ രാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു
മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതും നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തപ്രിയൻ പിറന്നിടിടാൻ ഭൂതലെ പങ്ക്തിരഥാഭിഷ്ട സിദ്ധ്യർത്ഥമായി വന്നു. പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ